ഹായ് ഓൾ, ഏവർക്കും അസ്സലാമു അലൈക്കും. ശുഭദിനം നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇക്കാലത്ത് എല്ലാവരും CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, മിക്കവരും നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ക്യാമറയുടെ എണ്ണം നോക്കും, അതിന്റെ വാല്യൂ നോക്കും. അത് മാത്രമാണ് കൂടുതലും നോക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മളൊരു ക്യാമറ CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. First of all, introducing myself, I am Mohammed Shanoop, CEO and founder of D Technologies, Palakkad, and ഞാൻ Hikvision Certified ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി അസോസിയേറ്റും കൂടിയാണ്. CCTV എന്ന് പറഞ്ഞാൽ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്നാണ്. അഥവാ അതൊരു സ്വകാര്യതമായി ചില പ്രൈവറ്റ് ആയിട്ട് കാണേണ്ട, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണേണ്ട ഒരു വിഷ്വൽസ് ആണ് അതിൽ വരുന്നത്. നമ്മുടെ സ്വന്തം വീട്, സ്വന്തം സ്ഥാപനം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മാത്രം കാണേണ്ട ഒരു ഇതായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുക, നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരുന്നത്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തികളെയും നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധ നൽകേണ്ടത്. ഒന്നാമത്തെ കാര്യം, CCTV എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സ്വകാര്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യത ചോരാതിരിക്കണം. സോ പ്രൈവസി ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്, അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ടെക്നോളജീസും നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മുടെ ഒരു ഉദ്ദേശം അതിൽ സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. മൂന്നാമത്, നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതിനു ശേഷവും അതിന്റെ സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ആഫ്റ്റർ സെൽ സർവീസ്. അത് പ്രൊഡക്റ്റിനും ആയിക്കോട്ടെ, അതുപോലെ തന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തി ആയിക്കോട്ടെ, ഇൻസ്റ്റാളർ ആയിക്കോട്ടെ, രണ്ട് ഭാഗത്തുനിന്നും നമുക്കത് കറക്റ്റായി കിട്ടണുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ക്യാമറ, വീട് പരിസരത്ത് വെച്ചിട്ടുള്ള ക്യാമറ നമ്മൾ അല്ലാതെ മറ്റുള്ളവർ നോക്കുന്നത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല, സമ്മതിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അത് ഒരു ക്ലൗഡ് സർവീസ് ത്രൂ ആണ് നമുക്ക് മൊബൈലിൽ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ക്ലൗഡ് സർവീസ് ട്രസ്റ്റഡ് ആയിരിക്കണം, എൻക്രിപ്റ്റഡ് ആയിരിക്കണം, പ്രൊഡക്റ്റും എൻക്രിപ്റ്റഡ് ആയിരിക്കണം, നമ്മുടെ ആ ഒരു വിഷ്വൽസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രം നോക്കുക, വില മാത്രം നോക്കരുത്. കാരണം ചീപ്പ് റേറ്റിൽ കിട്ടും, നമ്മൾ കിട്ടുന്ന മേടിക്കുന്ന എന്ന് പറയുന്നതല്ല, ബട്ട് കിട്ടുന്ന ആ പ്രൊഡക്റ്റ് അത് നമ്മൾ ട്രസ്റ്റ് ആണോ, സർട്ടിഫൈഡ് ആണോ, പ്രൊഡക്റ്റിലും പല സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉള്ളതാണോ, ക്ലൗഡ് സർവീസ് ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. അത് നിങ്ങളുടെ സ്വകാര്യതയായിരിക്കും ചോരുന്നത്. സോ അത് ശ്രദ്ധിക്കുക. ആ കാര്യത്തിൽ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിയും ട്രസ്റ്റഡ് ആയിരിക്കണം. റേറ്റ് കുറഞ്ഞ് ചെയ്തു തരുന്നു പറഞ്ഞ ഒരാളെ ചെയ്യിപ്പിക്കുന്നത് ബെറ്റർ അല്ല. കാരണം നമ്മൾ ഒരു CCTV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് നമ്മുടെ വീടിന്റെ പരിസരം കാര്യങ്ങളും ടോട്ടൽ ബ്ലൂ പ്രിന്റും കിട്ടും, അവരുടെ ബ്ലൈൻഡ് സ്പോട്ടും അറിയുന്നതാണ്. സോ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികളെ കൊണ്ട് മാത്രം ചെയ്യുന്നവർക്ക് എല്ലാ രീതിയിലുള്ള ലൈസൻസും, അതുപോലെ തന്നെ അവർക്ക് ഷോപ്പ് കാര്യങ്ങളുണ്ടോ, അവർ ഇവിടെ തന്നെ ഉള്ളവരാണോ, എക്സ്പീരിയൻസിലാണോ, കാര്യങ്ങളും നോക്കുക. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ആ വിശ്വാസത മാത്രമല്ല, അതിന്റെ അറിവും വേണം. കാരണം പ്രോപ്പറായിട്ട് പാസ്വേഡും കാര്യങ്ങളും ഇടാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്വകാര്യത ചോരാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യത്തിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റ് ട്രസ്റ്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിയും ട്രസ്റ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ബോധ്യം വയ്ക്കുക. സെക്കൻഡ് തിങ് പറഞ്ഞ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പലതും വന്നിട്ടുണ്ട്. നൈറ്റ് വിഷൻ കളറിലുള്ളത്, നമ്മൾ ഓപ്പോസിറ്റ് വെളിച്ചം വന്ന അത് മറികടന്ന് കിട്ടുന്നത്, അങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട്. AI ഫീച്ചറുള്ള, ഫേസ് റെക്കഗ്നിഷൻ ഉള്ളത്, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള പല ഫീച്ചേഴ്സും വരുമ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണോ, പഴയ മോഡലാണോ എന്നുള്ളതും കൂടെ നോക്കുക. അത് പ്രൊഡക്റ്റിൽ നോക്കുക. അതേപോലെ തന്നെ പല ഫീച്ചേഴ്സ് പ്രൊഡക്റ്റിന് ഉണ്ടാവും, പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ജസ്റ്റ് കണക്ഷൻ മാത്രമാണോ, അതിൽ പ്രോപ്പറായിട്ട് അതിന്റെ ബാക്കിയുള്ള സെറ്റിംഗ്സും കൂടെ ചെയ്യാൻ അറിയുന്നതാണോ എന്നുള്ളത് നോക്കുക. ഒരു പ്രൊഫഷണലെ കൊണ്ട് മാത്രം ദയവ് ചെയ്ത് ചെയ്യിപ്പിക്കുക. നിങ്ങൾ വില കൂടിയ ക്യാമറ മേടിക്കും, എന്നിട്ട് ചെറിയ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചാർജിന് കുറവ് നോക്കിയിട്ട് നമ്മൾ നോർമൽ ഒരാളെ ചെയ്യുമ്പോൾ അവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ചെയ്യാൻ വന്ന ആൾക്ക്, ഇൻസ്റ്റാളർക്ക് പ്രോപ്പറായിട്ട് അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ചെയ്യാനും കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യാനും അറിയുമെന്നുള്ളതും ഉറപ്പുവരുത്തുക. മൂന്നാമതാണ് ആഫ്റ്റർ സെൽ സർവീസ്.
അതും പ്രൊഡക്റ്റിലും ശരി അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ എല്ലാം നൽകുന്ന ഒരു കമ്പനി ആയിരിക്കണം കറക്റ്റ് സർവീസ് തരുന്നത്. അതിലുപരി അത് കൂടുതലും CCTV മേഖലയിൽ പ്രൊഡക്റ്റ് ഡയറക്റ്റ് വാറണ്ടി കിട്ടാറില്ല. കാരണം അതൊരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. സിംഗിൾ പ്രൊഡക്റ്റ് അങ്ങനത്തെ പ്രോഡക്ട്സും ഉണ്ട്. സ്റ്റാൻഡ് അലോൺ പ്രോഡക്ട്സ് വൈഫൈ ക്യാമറ 4G ക്യാമറാസ് അവൈലബിൾ ആണ്. അതല്ലാതെ ഒരു ടോട്ടൽ CCTV സിസ്റ്റം പറയുമ്പോൾ ക്യാമറ DVR കൂടുതലും ഒരേ ബ്രാൻഡ് ആയിരിക്കും. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് തുടങ്ങി കേബിള് അല്ലെങ്കിൽ അതിന്റെ കണക്ടേഴ്സ് ഇതെല്ലാം തന്നെ വേറെ വേറെ ബ്രാൻഡ്സ് കാര്യങ്ങളായിരിക്കും. സോ ഇതൊരു ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ മേ ബി നമുക്ക് ഡയറക്റ്റ് വാറന്റിയോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലും ഇൻസ്റ്റാളറെ നമ്മൾ സ്വാധീനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇൻസ്റ്റാളർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് പോകുന്നവരായിരിക്കരുത്. പിന്നീട് കാണാതെ ആകുന്നവരോ അല്ലെങ്കിൽ ജോലി മരുന്നവരായിരിക്കരുത്. മാക്സിമം ശ്രദ്ധിക്കുക. ഒരു പ്രൊഫഷണലെ കൊണ്ടും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാലം അതിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അവർ ആഫ്റ്റർ സെയിൽ സർവീസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തരുമോ എന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 ഈസ് പ്രൈവസി, സെക്കൻഡ് 1 ഈസ് ഫീച്ചേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, തേർഡ് തിങ് ഈസ് ആഫ്റ്റർ സെയിൽ സർവീസ്. ഈ 3 കാര്യത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഇൻസ്റ്റാളറേയും നോക്കി കണ്ട് മാത്രം ചൂസ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. സോ സൈനിങ് ഓഫ്, ദിസ് ഈസ് മുഹമ്മദ് ഷനു ഫ്രം D Technologies. അസ്സലാമു അലൈക്കും.